വിവാദങ്ങൾക്കിടെ കണ്ണൂരിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. പി ജയരാജനും മകനുമെതിരായ ആരോപണങ്ങൾ ചർച്ചയായേക്കും. അതേസമയം മനു തോമസ് വിഷയത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പി ജയരാജൻ പ്രതികരിച്ചില്ല. അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളൊക്കെ തന്നെ അറിയാം. മനു തോമസ് എറിഞ്ഞ ഒരു ബോംബ് വിഷയമായിട്ട് തന്നെ അത് കണ്ണൂരിൽ പടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം കണ്ണൂരിൽ CPM പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നത്. തീർച്ചയായും രജനി, ഇത്തരത്തിൽ ഈ CPM ജില്ലാ കമ്മിറ്റി യോഗം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ഇന്ന് മനു തോമസ് വിഷയം ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ പി ജയരാജൻ അല്പസമയം മുമ്പ് ഇത്തരത്തിൽ ഈ കമ്മിറ്റി യോഗത്തിന് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ MP ജയരാജൻ ജില്ലാ സെക്രട്ടറി ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വിവിധ ആളുകൾ, കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പി ജയരാജനെതിരെ ഒരു രൂക്ഷ വിമർശനം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. പി ജയരാജനെതിരെയും അതുപോലെ തന്നെ മകനെതിരെയും ഒരു രൂക്ഷ വിമർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് മനു തോമസ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുവരും പാർട്ടി യാതൊരു വിധത്തിലുള്ള വിശദീകരണവും നൽകിയിട്ടില്ല, പാർട്ടി പ്രതികരണമൊന്നും നൽകിയിട്ടില്ല. പക്ഷേ ആ ഒരു സമയത്താണ് പി ജയരാജൻ, അതായത് പാർട്ടിയുടെ മുഖമായ, കണ്ണൂർ ജില്ലയുടെ മുഖമായിട്ടുള്ള പി ജയരാജൻ തന്നെ ഫേസ്ബുക്കിൽ മനു തോമസിനെതിരെ വലിയ രീതിയിൽ രൂക്ഷ വിമർശനവുമായി ഒരു പോസ്റ്റ് ഇടുന്നത്. അതിൽ പിന്നെയാണ് വലിയ രീതിയിൽ ഈ വിഷയം വഷളാവാൻ തുടങ്ങിയത്. തുടർന്ന് മനു തോമസ് തിരിച്ച് വീണ്ടും പോസ്റ്റ് ഇടുന്നു, ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, പാർട്ടിക്കെതിരെ സംസാരിക്കുന്നു, പി ജയരാജന് ഗ്രൂപ്പിസം ഉണ്ടെന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്വാറി മാഫിയകളുമായിട്ട് ബന്ധമുണ്ടെന്ന് സംസാരിക്കുന്നു. ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ വന്നത് പി ജയരാജൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ പിന്നെയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വം ഇന്ന് വലിയ രീതിയിലുള്ള ഒരു വിമർശനം പി ജയരാജനെതിരെ ഉയർത്തുവാനാണ് സാധ്യത. കാരണം ഇത്തരത്തിൽ പാർട്ടി പോലും പറയാത്ത ഒരു കാര്യത്തിൽ, അതായത് പാർട്ടി പോലും ഇത്തരത്തിലൊരു ഈ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയോ ചെയ്യാത്ത ഈ സാഹചര്യത്തിൽ പി ജയരാജൻ ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് വലിയ രീതിയിലുള്ള ഒരു ചർച്ച തന്നെ നേരത്തെ ആയിരുന്നു. അത്തരത്തിൽ ആ ഒരു ചർച്ചയടക്കം ഇവിടെ രൂക്ഷ വിമർശനത്തിന് ഇടയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മനു തോമസ് വിഷയത്തിൽ ഇനി എന്ത് നിലപാടാണ് പാർട്ടി എടുക്കുക എന്നുള്ളതടക്കം ഈ ഒരു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.